നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് 2025 ജൂലൈ മാസം 11-ാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നു. 2025 ജൂലൈ മാസം 11-ാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ മലയാള തീയതി 1200-ാം ആണ്ട് മിഥുനമാസം 27 ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ആഷാഢമാസം 20-ാം തീയതിയാണ്. അന്നേ ദിവസം സൂര്യോദയ സമയം രാവിലെ 6:14, അസ്തമയം വൈകുന്നേരം 6:41. ഉദയാൽപരം തിഥി പ്രഥമ തിഥിയാണ്. പ്രഥമ തിഥി ശനിയാഴ്ച 2:08 AM എന്ന് പറയുന്ന സമയം വരെ ഉണ്ടായിരിക്കും. അതായത് വെള്ളിയാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള സമയമാണ്. വെള്ളിയാഴ്ച അർദ്ധരാത്രി 12 മണി കഴിഞ്ഞുള്ള 2:08 AM എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച 2:08 AM എന്ന് പറയുന്ന സമയം വരെയും പ്രഥമ തിഥി ഉണ്ടായിരിക്കും. ഉദയാൽപരം നക്ഷത്രം ഉത്രാട നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രം വെള്ളിയാഴ്ച രാവിലെ 5:58 മുതൽ ശനിയാഴ്ച രാവിലെ 6:38 വരെ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസത്തെ സൂര്യോദയ സമയത്തിന് മുമ്പ്, സൂര്യോദയം 6:14 അതിന് മുമ്പുള്ള 5:58 ഉത്രാട നക്ഷത്രം ആരംഭിക്കും. ഉത്രാട നക്ഷത്രം അവസാനിക്കുന്നത് ശനിയാഴ്ച സൂര്യോദയം കഴിഞ്ഞ് 6:38 AM എന്ന് പറയുന്ന സമയത്താണ് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ സമയത്തേക്ക് ജനിക്കുന്ന കുട്ടികൾ ഉത്രാട നക്ഷത്ര ജാതകരാണ്. ഉത്രാട നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ ഒരു പാദം ധനുക്കുറിലും പിന്നീടുള്ള 3 പാദങ്ങൾ മകരക്കുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഒരു പാദം ധനുക്കുറിലും പിന്നീടുള്ള 3 പാദങ്ങൾ മകരക്കുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സമയം പറയുമ്പോൾ ഉത്രാട നക്ഷത്രം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ 5:58 അപ്പോൾ 11:58 വരെ ഈ നക്ഷത്രം ഉണ്ടായിരിക്കും. അതായത് ധനുക്കുറിൽപ്പെട്ട ഉത്രാടം കാൽ നക്ഷത്ര സമയം വെള്ളിയാഴ്ച രാവിലെ 5:58 മുതൽ 11:58 വരെ, ഉച്ചയ്ക്ക് 11:58 വരെ ഉണ്ടായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്രാടം കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. പ്രിയമുള്ളവരെ, രാഹു കേതു ദോഷപരിഹാര പൂജയിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2025 ജൂലൈ മാസം 13-ാം തീയതി ഞായറാഴ്ച രാവിലെ രാഹു കേതു ദോഷപരിഹാര പൂജ ഞാൻ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ പൂജയിൽ പങ്കുചേരുക. നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള മേൽവിലാസം വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ജന്മനക്ഷത്രവും വാട്സപ്പ് ചെയ്യുക. 1000 രൂപയാണ് ഇതിൻ്റെ ചിലവ്. അപ്പോൾ പൂജ കഴിഞ്ഞ് പ്രസാദം ഉൾപ്പെടെയുള്ള അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പൂജ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുരിയറായിട്ട് അയച്ചു തരും. അപ്പോൾ താല്പര്യമുള്ളവർ രാഹു കേതു ദോഷപരിഹാര പൂജയിൽ പങ്കുചേരുക. പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഒക്കെ അകപ്പെട്ട് കഴിയുന്നവർക്ക് രാഹു കേതു ദോഷപരിഹാര പൂജ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. രാഹു കേതു ദോഷപരിഹാര പൂജ മാസത്തിൽ 1 വീതമോ 2 വീതമോ വർഷത്തിൽ 1 വീതമോ എങ്ങനെ വേണമെങ്കിലും അവരവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചും അല്ലെങ്കിൽ അവരുടെ ജീവിത പ്രശ്നങ്ങളൊക്കെ അനുസരിച്ചും ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് താല്പര്യമുള്ളവർ പൂജയിൽ പങ്കുചേരുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവും. ഇനിയും വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഉത്രാട നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് നേട്ടങ്ങൾ, കാര്യവിജയം, ജീവിതാഭിവൃദ്ധി, ധനപരമായ നേട്ടമൊക്കെ ഉണ്ടാകുക എന്നുള്ളതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ പ്രകൃതിയിൽ രാവിലെ സൂര്യോദയം മുതൽ അസ്തമയം വരെയുള്ള സമയത്ത് ഏകദേശം 12 മണിക്കൂർ, ഈ 12 മണിക്കൂറിനുള്ളിൽ കുറേയധികം നാളുകാർ ജീവിതാഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരുന്നു. ധനപരമായ നേട്ടം, കാര്യവിജയമൊക്കെ അവർക്കുണ്ടാകുന്നു. അതുപോലെ തന്നെ കുറേ നാളുകാർ പലവിധമായ പ്രതിസന്ധികളിൽ അകപ്പെടുന്നു. ചിലർക്ക് അന്നേ ദിവസമായിരിക്കും മാരകമായ രോഗമുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നത്. ചിലർക്ക് അന്നേ ദിവസം ആപത്തുകൾ സംഭവിക്കാം, അപകടങ്ങൾ സംഭവിക്കാം, മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാം. അങ്ങനെ ഈ പ്രകൃതി പലവിധത്തിലുള്ള അനുഭവങ്ങളാണ് മനുഷ്യർക്ക് കൊടുക്കുന്നത്. കുറേ പേർക്ക് നേട്ടങ്ങൾ, കുറേ പേർക്ക് പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ജ്യോതിഷം പറയുന്നത് പോലെ ഈ വെള്ളിയാഴ്ച ദിവസം കുറേ നാളുകാരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു, കുറേ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. അപ്രകാരം ഞാൻ പറയാൻ പോകുന്നത് ഈ വെള്ളിയാഴ്ച ദിവസം ഭരണി, കാർത്തിക, പൂരാടം, തൃക്കേട്ട, വിശാഖം, ഉത്രം, അത്തം ഇത്രയും ആൾക്കാർക്ക് നല്ല ജീവിതാനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്.
ഭരണി, കാർത്തിക, പൂരാടം, തൃക്കേട്ട, വിശാഖം, ഉത്രം, അത്തം ഇത്രയും നാളുകാർക്ക് ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ള അനുകൂലമായ ജീവിത സാഹചര്യങ്ങൾ അവരിൽ വന്നു ചേരും. നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതേസമയം പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ മകയിരം, തിരുവാതിര, മൂലം, അനിഴം, ചോതി എന്നീ നാളുകാർക്കാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ നാളുകാരൊക്കെ സൂക്ഷിക്കുക. ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ പ്രതികൂലമായ ജീവിതാനുഭവങ്ങളോ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്. ഏതൊക്കെ നാളുകാർക്കാണ്? മകയിരം, തിരുവാതിര, മൂലം, അനിഴം, ചോതി ഇത്രയും നാളുകാർ സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി അവർ കടന്നു പോകുന്നതും ജ്യോതിഷം പറയുന്നു. ഇനിയും വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയം പറഞ്ഞുതരാം. വെള്ളിയാഴ്ച ദിവസം രാവിലെ 6:14 മുതൽ 7:44 വരെയുള്ള സമയം ശുഭസമയമായി ജ്യോതിഷം വേർതിരിച്ചിരിക്കുന്നു. പിന്നീട് 9:14 മുതൽ 10:44 വരെ, രാവിലെ 9:14 മുതൽ 10:44 വരെയുള്ള സമയവും ശുഭസമയമായിട്ട് വേർതിരിച്ച് വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് 11:36 മുതൽ ഉച്ചകഴിഞ്ഞ് 1:44 വരെയും വീണ്ടും 3:14 മുതൽ വൈകുന്നേരം 5:14 വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തന്നിരിക്കുന്നു. അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. ജീവിത വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് ജ്യോതിഷം പറയുന്നു. ഇനിയും പറയുന്നത് സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 11 ഒറ്റസംഖ്യയാക്കുമ്പോൾ 2 വരും. ഏതൊരു മാസത്തെ 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. കൂടുതൽ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുവാൻ വേണ്ടി പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ അവരെ തേടി വരുമെന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. ഇനിയും ധനപരമായിട്ടുള്ള നേട്ടം വെള്ളിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്ക് ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞു തരാം. വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാട നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രത്തിൻ്റെ അനുകൂലമായ സ്വാധീനം കൊണ്ട് ഏതൊക്കെ നാളുകാർക്കാണ് ധനപരമായിട്ടുള്ള നേട്ടം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പൂരാടം, ആയില്യം, ഉത്രം, ചോതി, ചതയം, രേവതി, കാർത്തിക, തിരുവാതിര, തൃക്കേട്ട, ഉത്രാടം ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പൂരാടം, ആയില്യം, ഉത്രം, ചോതി, ചതയം, രേവതി, കാർത്തിക, തിരുവാതിര, കേട്ട, തൃക്കേട്ട, ഉത്രാടം. അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ധനപരമായിട്ടുള്ള നേട്ടം. ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസം, കൊടുത്തുവാങ്ങലിനൊക്കെ അനുകൂലമായ ദിവസം. അപ്പോൾ അങ്ങനെ ധനപരമായിട്ടുള്ള നേട്ടവും ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയവും ഉണ്ടാകുന്നൊരു ദിവസമാണ് എന്നുള്ളത് ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവച്ചത്. അപ്പോൾ എല്ലാവരെയും, ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. മഹാദേവൻ്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കാര്യവിജയം ഉണ്ടാകട്ടെ. ധനപരമായ നേട്ടം ഉണ്ടാകട്ടെ. എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ മഹാദേവനാൽ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.